എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ലോക വനിതാ ദിനം പ്രമാണിച്ച് ഒരു 2 വാക്ക് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ശരിക്ക് മാർച്ച് 8 ആണ് ലോക വനിതാ ദിനമായിട്ട് ആദരിക്കുന്നത്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡേ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല കേട്ടോ. എന്നും നമ്മൾ സ്ത്രീകളെ ആദരിക്കേണ്ട ദിവസം തന്നെയാണ്. എന്നും സ്ത്രീകൾക്ക് പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് കഴിവുള്ളവരാണ് നമ്മൾ സ്ത്രീകൾ. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നമ്മളുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നമുക്ക് കഴിവുകളുണ്ട്. ഇപ്പോൾ ചിലർ വിചാരിക്കും വിദ്യാഭ്യാസം ഇല്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ ഉള്ള ബോധം ഉണ്ടാവും. ഇപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അങ്ങനെ ഇരിക്കാനേ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മുന്നേറാൻ പറ്റിയ, അതായത് ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് മുന്നേറിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അറിവുകളാണെങ്കിൽ അറിവുകൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇപ്പം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിലാണ് ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളുള്ളത്. അപ്പോൾ എനിക്കറിയുന്ന തന്നെ ഒരുപാട് പേര് നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന അവസ്ഥ ഞാൻ കാണുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ ചുറ്റുപാടുകൾ, അവർക്ക് ചുറ്റുമുള്ളവർ അവരെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട ഒരു പരിഗണന കൊടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായി പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. ഇപ്പം ദൈവം എല്ലാവരെയും ഒരേപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കഴിവുകളുണ്ട്. പക്ഷെ ആ കഴിവുകൾ എവിടെയാണെന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയണം. ഇപ്പം നമുക്ക് എന്തിലാണ് കഴിവുകളുള്ളത്? ചിലർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലർക്ക് പാട്ടായിരിക്കാം, ആർട്ടായിരിക്കാം, ക്രാഫ്റ്റ് ആയിരിക്കാം, ഇങ്ങനെ ഒരുപാട് സ്റ്റിച്ചിങ് ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് കഴിവുകളുള്ള ടാലൻറ്റ് ഉള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാവോ? നമ്മൾ സ്ത്രീകളിലാണ് ഈ ഉപബോധ മനസ്സിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്, അതായത് മൾട്ടി ടാസ്കിങ്, ആ ഒരു ഇത് നടക്കുന്നത് നമ്മൾ സ്ത്രീകളിലാണ്. അതുകൊണ്ടാണ് ഒരേ സമയം നമുക്ക് കരയാനും ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയുന്നത്. അപ്പോൾ നമ്മൾ കഴിവില്ലാത്തവരാണെന്ന് കരുതിയിട്ട് മാറി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ എല്ലാവർക്കും കഴിവുകളുണ്ട്. നമ്മളുടെ കഴിവുകൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വീട്ടിലിരുന്നാലും നമുക്ക് മുന്നേറാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗൺ വന്നപ്പോഴേക്കും. മുൻപൊക്കെ ആണെങ്കിൽ വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുറേ പേരൊക്കെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരിതുണ്ടായിട്ടുണ്ട്. അത് കൂടുതലായിട്ട് വന്നത് എപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ? നമ്മളുടെ ആ ഒരു ലോക്ക്ഡൗൺ വന്ന സമയത്താണ്. ആ സമയത്ത് എല്ലാവരും അങ്ങ് സീറോയിൽ വന്നല്ലേ. പിന്നെ നമ്മൾ ആ സീറോയിൽ നിന്ന് വേണം ഉയർത്തെഴുന്നേൽക്കേണ്ടി വരുന്ന അവസ്ഥ വന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി അങ്ങനെ കിടക്കാണ്ട് ഒരു ഊർജ്ജസ്വലതയോടെ മുന്നേറാൻ നമ്മൾ ശ്രമിച്ചു. കാരണം ആ സീറോയിൽ നിന്ന് നമുക്ക് പിന്നെ ഒരു തുടക്കം വേണ്ടിയിരുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ തന്നെ പല കാര്യങ്ങൾ കണ്ടെത്തി. പിന്നെ പലരും ഈ പറഞ്ഞ മാതിരി ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വഴി, ഫേസ്ബുക്ക് വഴി ബിസിനസ് രംഗത്തേക്ക് വന്ന ഒരു ഓൺലൈൻ ബിസിനസ്, അതൊരു ഭാഗം. അങ്ങനെ വന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിപ്പോൾ ഈ വിദ്യാഭ്യാസം ഇല്ലയെന്ന് മനസ്സിൽ കരുതുന്ന ആൾക്കാർ അങ്ങനെ കരുതേണ്ട കാര്യമില്ല. ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ വീട്ടിലെ മക്കളെ കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പം അവരെ വച്ചിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ അവരിൽ നിന്ന് പഠിക്കുക, സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് സമൂഹത്തിന് എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മാക്സിമം നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരാളിനെ നമുക്കൊന്ന് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു അവർക്ക് നല്ല ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ കൂടെയുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുക, നമ്മളുടെ സഹപ്രവർത്തകരോട്, സഹജീവികളോട്
പങ്കുചേരുക. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ മൂല്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ മാതിരി വരുമാനം എന്നതിൽ ഉപരി നമ്മളുടെ കൂടെ ഉള്ളവരെ കോർത്തു പിടിച്ച് മുന്നേറാൻ ശ്രമിക്കുക. ഇപ്പം അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടാവത്തില്ല. അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുക. അപ്പം നമ്മൾ അങ്ങനെ ഒരു വള്ളത്തിലാണ് നമ്മൾ പോണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെയൊക്കെ പിടിച്ച് കയറ്റിയിരുത്തുക. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും മുന്നോട്ടേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു ലോക വനിതാ ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അടുക്കള മുതൽ ബഹിരാകാശം വരെ കീഴടക്കി പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും അടുക്കളയിൽ ഒതുങ്ങി കൂടേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിൻ്റേതായ രീതിയിൽ നമുക്ക് ആ ടെക്നോളജി ഉപയോഗിക്കാൻ സാധിച്ചതുകൊണ്ട് ഇപ്പം എൻ്റെ കാര്യം വീണ്ടും ഞാൻ പറയാണ്, ഇപ്പം യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ഫലപ്രദമായി ഉപയോഗിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ വക നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പം അതുപോലെ തന്നെ ഓരോരുത്തരും ചിന്തിക്കുക. ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലൊരു കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പുരുഷന്മാർ മാത്രം ഏൺ ചെയ്തത് കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് പറ്റുന്നത് പോലൊക്കെ നമ്മളും പ്രവർത്തിക്കുക. അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാടുണ്ട് അല്ലേ. ഇപ്പോൾ ഓൺലൈൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൺലൈൻ വഴി ബിസിനസ് രംഗത്തേക്ക് വരുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പല ഈ പറഞ്ഞ മാതിരി വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ബിസിനസ് രംഗങ്ങൾ കൈകാര്യം ചെയ്യാം. എല്ലാം ഒരു വിരൽത്തുമ്പിൽ ലോകത്തെവിടെയുള്ള ഒരു ആളുകളെയും ഒരുമിപ്പിച്ച് നമുക്ക് നല്ലൊരു കൂട്ടായ്മയായിട്ട് മുന്നേറാൻ പറ്റുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പം ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, ഇപ്പം എല്ലാവർക്കും ചിലപ്പം കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം എന്നില്ല. ഒരുപാട് ഞാൻ കാണുന്നുണ്ട് വിദ്യാസമ്പന്നരായിട്ടുള്ളവരൊക്കെ വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിൽ ചുറ്റുപാടുകൾ ഒന്നുകൂടി അവരെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു വനിതാ ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. കറിയുടെ മീതെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ശരിക്കും ഇപ്പോഴാണ് ആ കറിയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പച്ചമാങ്ങ ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നടുവിലെ അഴുക്കെല്ലാം മാറ്റി വൃത്തിയാക്കി ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. ഇതേ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഉലുവയും 1 ടീസ്പൂണോളം കടുകും ഇട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇടുമ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിൽ ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാനിവിടെ 5-6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കും. ചുവന്നുള്ളി ഞാനിപ്പോൾ ചതച്ചല്ല കേട്ടോ എടുത്തിരിക്കുന്നത്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുക്കണം. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതുപോലെ ഇളക്കി ആ പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. തന്നെ നല്ല ഒരു മണം വരെയാണ്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം. ചൂടുവെള്ളം തന്നെ എടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല
നല്ല ഒരു മണം വരെയാണ് പച്ചമാങ്ങ ഇതിലേക്ക് ഇടുമ്പോൾ. എന്നിട്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതേ അടപ്പ് മാറ്റിയിട്ട് ഞാൻ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു പരുവാണ്. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി ചോറിനാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാങ്ങയൊക്കെ ആയിട്ടുണ്ട്. കറി ഉണ്ടോ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടൈഗർ പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെയൊന്ന് ഞാൻ ഇളക്കിയ ശേഷമേ വെള്ളം ചേർക്കത്തുള്ളൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള തിളച്ച വെള്ളം മാത്രമേ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാവൂ. ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ. ഈ ഒരു പരുവം മതിയാവും. പിന്നെ ഞാൻ ഇതിന് മീതെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാനിതൊന്ന് മൂടി വെക്കണം. ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാകും. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടപ്പ് മാറ്റിയിട്ട് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ പ്രോൺസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഓവർ കുക്കാവാൻ പാടില്ല. വീണ്ടും ഞാനിത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് അത്ര മാത്രമേ വേവിക്കുന്നുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പ് മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറി എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാൻ പോവുകയാണ്. സെർവ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു കൊടുക്കും. ഞാനിവിടെ ഒരു ചട്ടിയിൽ വാഴയില വെച്ചിട്ടാണ് ഈ കറി ഇതുപോലെ സെർവ് ചെയ്യുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കുറച്ച് കടുകും 2 വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിത് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂണ് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയിട്ട് ഇളക്കിയിട്ട് കറിയുടെ മീതെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ശരിക്കും ഇപ്പോഴാണ് ആ കറിയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം അടിപൊളി പച്ചമാങ്ങ ഇട്ട് വെച്ച ചെമ്മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണേ.